എങ്ങനെ ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കാം. ഇന്ന് ഒത്തിരി അച്ചാച്ചന്മാരിങ്ങനെ മനസ്സിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കരുതിക്കൊണ്ട് നടക്കുന്നൊരു സംഭവമാണ്. ക്രിസ്ത്യാനിയെ എങ്ങനെ ഉപദ്രവിക്കാം. ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കാൻ ഈസിയാണ്. കാര്യം ക്രിസ്ത്യാനി തിരിച്ചടിക്കുകയല്ല, അടിയും കൊണ്ട് ചോര ഒലിപ്പിച്ച് സൈഡിൽ കൂടെ പോരുകയല്ലാതെ ക്രിസ്ത്യാനി തിരിച്ചൊന്നും പറയില്ല. അതാണ് ഒറിജിനൽ ക്രിസ്ത്യാനി. ഒരു കന്നത്തടിക്കുന്നവന് മറുകന്നും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞവനാ ക്രിസ്തു. ലീഡർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഗദശമന പൂങ്കാവനത്തിൽ നസറായൻ ഉലകലോകത്തിന്റെ മുഴുവൻ പാപവും നിറഞ്ഞു മറിയുന്ന ക്രോധമദ്യം വെച്ചു നീട്ടുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങി പാനം ചെയ്ത് മട്ടോളം വാട്ടമന്യെ പാനം ചെയ്ത് ബ്ലഡ് ക്യാൻസർ വന്നവനെ പോലെ, ലുക്കീമിയ വന്നവനെ പോലെ രക്തധമനിയെല്ലാം പൊട്ടി രക്തത്തുള്ളി വിയർപ്പ് തുള്ളികളായി ഇറ്റിറ്റ് നിലത്ത് നിപതിക്കുന്ന ഗദശമനയിലെ പ്രാർത്ഥന തീർന്നപ്പോൾ യൂദായുടെ നേതൃത്വത്തിൽ ഒരു പറ്റം റോമൻ കാബാലികരും പിന്നെ കുറെ യഹൂദ ചേവകരും കൂടി തന്നെ പിടിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന സമയം നിങ്ങൾ ആരെ തെരയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നസറായനായ യേശുവിനെ എന്ന് പറയുമ്പോൾ അത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഞാനാണ് നസറായൻ, എന്നെ പിടിക്ക് എന്ന് പറഞ്ഞ് പിടികൊടുക്കുമ്പോൾ അറസ്റ്റ് വരിക്കപ്പെടുന്ന നസറായൻ പാതി മയക്കത്തിൽ കണ്ണു തുറന്നു നോക്കിയ പത്രോസ് കാണുന്നത് തൻ്റെ നാഥനും ഗുരുവുമായവനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ട് ഗുരുഭക്തി നിമിത്തം ചാടി എഴുന്നേറ്റ് പാതി മയക്കത്തിൽ ഉറയിൽ കരുതിയ വാളും വലിച്ചൂരി ഒരൊറ്റ ഓട്ടമാ ഓടി ഇങ്ങോട്ട് വന്ന് വാളിന്റെ ശാസ്ത്രം വീശി വെട്ടി തലയെറിയുന്നതാണെങ്കിലും ഗലീലക്കടലും മത്സ്യമൊക്കെ ആയിട്ട് ബന്ധമുള്ള നമ്മുടെ സാറിന് വെട്ടാൻ എങ്ങനെയാന്ന് അറിയില്ലെങ്കിലും ആള് തൻ്റെ ഗുരുഭക്തി പ്രകടിപ്പിച്ചതാ. വാള് വീശിയൊരു വെട്ട്, കഴുത്തല്ലറുത്ത് താഴെ പോയത് മഹാപുരോഹിതന്റെ ദാസൻ മൽക്കോസിന്റെ വലത് കാതറുത്ത് താഴെ പോയപ്പോ ആ പൂക്കൾ വിരിയിക്കുന്ന ആ സമയം നിങ്ങളൊന്ന് നോക്കിക്കെ. കാത് നിലത്ത് കിടന്ന് പെടയുന്നു. ആ മഹാപുരോഹിതന്റെ ദാസൻ വാവിട്ട് കരയുന്നു. ഇത് കണ്ടോണ്ട് യേശു പറയുന്നൊരു പദം മലയാള ബൈബിളിൽ എഴുതിയത് ഇത്രയ്ക്ക് വിടുവീനെന്ന് എന്ന് വെച്ചാൽ എന്നെ ഒന്ന് വിട്ടേ. എന്നിട്ട് യേശു അങ്ങോട്ട് ചെന്നിട്ട് കാതെടുത്ത് ഒട്ടിച്ചിട്ട് പത്രോസിനോട് പറയുക, വാൾ ഉറയിലിട്, വാളെടുക്കുന്നവൻ വാളാൽ. എൻ്റെ രാജ്യം പണിയേണ്ടത് വാളുകൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റി പണിതത് വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, ആരെയും തല്ലി ഒതുക്കിയിട്ടല്ല ക്രിസ്ത്യാനിറ്റി വളർന്നത്, ബലപ്രയോഗത്താലല്ല ക്രിസ്ത്യാനിറ്റി വളർന്നത് നല്ല നീരോട്ടമുള്ള പ്രതലത്തിലല്ല, പാറപ്പുറത്ത് കൊണ്ടിട്ടോ. ഇത് വേരൂന്നി വളരാൻ കാര്യ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഇത് ഒറിജിനലാണ്. നീ അടിച്ചമർത്താൻ ശ്രമിക്കുന്തോറും ഇത് കുതിച്ചുയരുന്നൊരു ശക്തിയാണെന്ന് ഇന്ന് രാത്രിയും തെളിയിച്ചുകൊണ്ട് മുന്നേറുന്ന ക്രിസ്ത്യാനിത്വത്തിന്റെ വക്താക്കൾക്കായി സ്തോത്രം. പട്ടാപ്പകൽ സൂര്യനെ വെല്ലുന്ന വെട്ടം കൊണ്ട് തട്ടി പെർസിക്യൂഷൻ ലീഡറിനെ താഴെയിട്ടു. മനുഷ്യരാരും ചെയ്തതല്ല ഇത്, ഒടേതമ്പുരാൻ ചെയ്ത. ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഉത്തരേന്ത്യൻ മേഖലകൾ, ഞാൻ ഉത്തരേന്ത്യയിലാണ് വേല ചെയ്യുന്നത്, ഉത്തരേന്ത്യൻ മിഷണറി ആയിട്ട് വേല ചെയ്യും. ഒത്തിരി ഗ്രാമങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ രണ്ടുപേരും ഒറീസയിലായി. ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മുടെ ക്രിസ്ത്യാനികൾ ഒത്തിരി അവിടെ ഓടിച്ചിട്ട് അവർ തല്ലുകയാണ്, ഓടിച്ചിട്ട് അടിക്കുകയാണ്. നമ്മുടെ മലയാളികളായ ദൈവദാസന്മാർ ഒത്തിരി പേര് ഇന്ന് ജയിലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അവരിന്ന് ഇന്ത്യൻ ജയിലിൻ്റെ അകത്ത് കിടക്കുക, ഉപദ്രവിക്കപ്പെട്ട്. കൊലപാതകം ചെയ്തിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, മോഷണം നടത്തിയിട്ടല്ല, യേശുവിനെ പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തയ്യാറുണ്ടോ? ഈ യോഗം ഇന്ന് രാത്രി ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉപദ്രവിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം യോഗം അവസാനിപ്പിക്കാൻ. ബെയിൽ കിട്ടാതെ ആൻറ്റി കൺവേർഷൻ ബില്ലെന്ന് പറയുന്നൊരു ബില്ല് നമ്മുടെ ഭരണഘടനയിലുള്ളതല്ല. നമ്മുടെ ഭരണഘടനയിലുള്ളത് ഏത് മതം പറയാനും ഏത് മതം പ്രചരിപ്പിക്കാനും എന്തിലും വിശ്വസിക്കുവാൻ അനുവാദം തരുന്ന മനോഹരമായ ബ്ലസ്ഡ് ആയിട്ടൊരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. പക്ഷെ നിർബന്ധമായിട്ട് ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമം കൊണ്ടുവന്നു. പല സ്റ്റേറ്റുകളിലും കൊണ്ടുവന്ന് നമ്മുടെ ദൈവദാസന്മാരെ, മലയാളികളായ എത്രയോ ദൈവദാസന്മാർ, നിങ്ങൾക്കറിയാമോ, സണ്ണി എന്ന് പറയുന്നൊരു ദൈവദാസൻ ബീഹാറിലുണ്ട്. അദ്ദേഹം തൻ്റെ ഭാര്യയുമായി കർത്തൃവേല കഴിഞ്ഞൊരു
ഒരു ബൈക്കിൽ വരുമ്പോൾ നമ്മുടെ അച്ചാച്ചന്മാർ റോഡ് സൈഡിൽ കാത്തു നിന്നിട്ട് അദ്ദേഹത്തെ തട്ടി താഴെ ഇട്ടിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരാളെ വട്ടവിട്ട് തല്ലുക എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തെ, ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എത്ര വലിയതാണ്. ഭാര്യ ഓടി വന്ന് അയ്യോ എൻ്റെ അച്ചാച്ചനെ തല്ലല്ലെന്ന് ഹിന്ദി പറഞ്ഞപ്പോൾ അവളും വാങ്ങിയ അടി. അവസാനം താനും വേദന കൊണ്ട് പുളഞ്ഞു ഓടി അവിടുന്ന്. അവർ പുറകെ ഓടിച്ചിട്ട് ആ ദൈവദാസനെ ഉപദ്രവിച്ചു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം വേദനാജനകമാണ്. 3/4 കിലോമീറ്റർ ഓടിച്ചിട്ട് തല്ലി ആ ദൈവദാസനെ അവർ തകർത്ത് കളഞ്ഞു. ശ്രദ്ധിക്കുക, ഓടിച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയെ തല്ലി തകർത്താലും സഹോദര, ആരും തിരിച്ചൊന്നും ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കുകയില്ല. കാര്യം എന്തെന്നറിയാമോ? ഇരുകരങ്ങളിലും ആണികൾ ആഴ്ന്നിറങ്ങി, ഇരു കാലുകളിലും ആണികൾ ആഴ്ന്നിറങ്ങി. 39 പ്രാവശ്യം ചാട്ടവാറ് കൊണ്ട് പുറം തല്ലി കീറുമ്പോഴും തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ച് തലച്ചോറിന്റെ അകത്ത് കയറ്റുമ്പോഴും ആ നാവിൽ നിന്ന് പുറത്തു വന്ന ശബ്ദം എന്തെന്നറിയാമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ നസ്രായനായ യേശുവിന്റെ സ്നേഹ ക്രിസ്ത്യാനിറ്റിയെ മൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നേ. പക്ഷെ ഞാൻ ഒരു ദൂത് ഞാൻ പറയാം. ശൗലിനെ തൊട്ടതൊരു സുവിശേഷ യോഗത്തിൽ വെച്ചല്ല, ആരും സുവിശേഷം പറഞ്ഞിട്ടുമല്ല. യെറുശലേമിലെ സഭയെ മുടിച്ചു കഴിഞ്ഞപ്പോൾ ദമസ്കോസ് എന്ന് പറഞ്ഞാൽ സിറിയയില്ല, അവിടെയും കുറെ ക്രിസ്ത്യാനികളുണ്ട്. അവരും കൂടി മുടിക്കാൻ വേണ്ടി പോയ പുള്ളിയെ പട്ടാപ്പകല് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഓണർ പകല് കയറി തൊട്ടു. ഇന്ത്യയിൽ ഇത് സംഭവിക്കാൻ പോവാ. അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പോകുകയാ. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പോകുകയാ. Thank you, Lord. Thank you, Jesus. അവിടെ കിടന്നുകൊണ്ട് ശൗല് വിളിക്കുന്ന നീ ആരാ എന്നല്ല, നീ ആരാകുന്നു കർത്താവേ എന്ന് വെച്ചാൽ ശൗലിനറിയാം ഇങ്ങനെ തൊടാൻ പറ്റിയ ഒരുത്തനെ ഭൂമിയിലുള്ളൂ, അവൻ യേശുവാണ്. എന്താ പറയണേ, നമുക്ക് സുവിശേഷമൊക്കെ ആയിട്ട് പോകാൻ പറ്റാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനിറ്റി സേഫായിട്ടിരിക്കുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നല്ലേ. ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ക്രിസ്ത്യാനിറ്റി ഉപദ്രവിക്കപ്പെടുകയാണ്. ചിലരുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് അതിശയമാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ ഭദ്രമാണ്. എന്നെ കള്ളത്തര പറഞ്ഞു പിടിപ്പിക്കണം. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ എന്താണ്? സേഫാണ്. എൻ്റെ പൊന്നു സാറേ, അല്ല, ഞാൻ ഇന്ത്യയുടെ 28 സ്റ്റേറ്റിലും താമസിച്ചിട്ടുള്ള ആളാണ്. ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ ഭദ്രമല്ല. പ്രൈസ് ഗോഡ്. അതുപോലെ തകർക്കപ്പെടുകയാണ്, അതുപോലെ ഉടയ്ക്കപ്പെടുക. ദൈവമക്കൾ ഇത് അറിയണം. എന്തിനാ അറിയുന്നതെന്നറിയാവോ? പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദമസ്കോസിലുള്ളത് കൊണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ യെറുശലേമിലുള്ളത് കൊണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് പട്ടാപ്പകൽ ഇടപെടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കാൻ ദൈവമക്കളും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുള്ളിടത്തോളം കാലം ഒരു മിറക്കിൾ നടക്കാതിരിക്കുകയില്ല. ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളെ സ്ഥാനപ്പെടുത്തി. ആരും സുവിശേഷം പറഞ്ഞിട്ടൊന്നുമല്ല, എന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ സുവിശേഷം പറയാൻ പോയാൽ പിന്നെ ആൾ ജീവനോടെ തിരിച്ചു വരില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പുസ്തകം, ഈ ബൈബിളൊക്കെ കാണുമ്പോൾ ചിലരുടെ അകത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നൊരു കലിപ്പുണ്ടല്ലേ, എന്തിനാണ്? സ്തോത്രം. നമ്മുടെ ദൈവദാസന്മാരെല്ലാം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലാതെ ആരും ഉപദ്രവിക്കാൻ പോകാറില്ല. ഒരു വാക്കുകൊണ്ട് പോലും ആരോടും ദ്രോഹം ചെയ്യാറില്ല. ആ വ്യക്തി വിടിവിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ആ ഏരിയയിൽ ഒരു പാസ്റ്റർക്കോ ഒരു ഉപദേശിക്കോ ഒന്നും ചെല്ലാനൊക്കത്തില്ല, ക്രിസ്ത്യാനിക്കൊന്നും നമ്മുടെ ചെല്ലാനൊക്കത്തില്ല. അത് ഒരുവേങ്ങാണ്ടുള്ളൊരു കത്തോലിക്ക പള്ളിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെക്കോർഡ് വെക്കുന്ന ചില കോമൺ സോങ്സ് ഉണ്ട്. ആ പാട്ടുകളൊക്കെ കേട്ടുള്ള പരിചയമല്ലാതെ യേശു ആരാ, യേശുവിൻ്റെ സ്നേഹം എന്താ ഒന്നും അറിയത്തില്ല.
ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ. കമോൺ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. എത്ര പേർക്കാ വരി അറിയാം? പഠിക്ക. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം. ആത്മാവിൽ നീ വന്നേരവൻ കണ്ണീരുവേഗം ആനന്ദമാ. ആത്മാവിൽ നീ വന്നേരവൻ കണ്ണീരുവേഗം ആരാധിച്ചിടാം കുമ്പി ആരാധിച്ചിടാം. ആരാധിക്കുമ്പോ അപദാനം പാടിടാ. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചീടാം. ആത്മനാഥ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീനാൾ വാഴണം. ആത്മനാഥ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീനാൾ വാഴണം. ഇതൊക്കെ ക്രിസ്ത്യാനിറ്റിയിലുള്ള കുറെ കോമൺ സോങ്സ് ആണ്. ഇത് ക്രിസ്ത്യാനികൾ മാത്രം പാടുന്ന പാട്ടല്ല, സകല പുള്ളിയുടെ അകത്ത് സ്റ്റാമ്പാണ് ഈ പാട്ടൊക്കെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുമരകത്തൊക്കെ ചെന്ന നമ്മുടെ നല്ല ഹൈന്ദവ സ്നേഹിതർ, എനിക്ക് ഒത്തിരി കൂട്ടുകാരൻ, അവിടെയൊക്കെ വീട്ടിൽ നിന്ന് കേൾക്കുന്ന പാട്ടെന്നാണ് ഇസ്രായേലിൻ നാഥനായി വാഴും. അവൻ രക്ഷക എൻ്റെ പാപഭാരമല്ല എന്ന കാര്യം കോമൺ സോങ്സ് ആണ്, വളരെ കോമൺ. അവിടെ മനുഷ്യൻ്റെ മനസ്സിൽ അതൊന്ന് സ്റ്റാമ്പാണ്. പിശാചെ നീ എത്ര തടുത്താലും മനുഷ്യൻ്റെ അകത്തെല്ലാം ഉണ്ട് യേശുവിൻ്റെ സ്നേഹം. ഇന്നല്ലേ നാളെ ഇതെല്ലാം കൂടളകി വരുന്ന പോലെ കർത്താവിലേക്ക് വരും. അതിന് പറയുന്ന പേരാണ് റിവൈവൽ, ഉണർവ്. കമോൺ. തിരുവനന്തപുരം ജില്ലയിൽ ഒരു റിവൈവൽ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അക്കര പഠിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതുപോലെയുള്ള കുറെ കോമൺ സോങ്സ് ഒക്കെ കേട്ടതല്ലാതെ പുള്ളിക്ക് വലിയ ക്രിസ്തുവായിട്ടൊന്നും വലിയ പരിചയമൊന്നുമില്ല. ഒരു ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് കക്ഷി റൂമിലൊന്ന് വിശ്രമിക്കാൻ കിടന്നതാണ്. കിടന്നപ്പോൾ സംഭവിച്ചത് പറഞ്ഞ സാക്ഷി അതുപോലെ അങ്ങ് പറഞ്ഞേക്കാം. ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു മുറിയിൽ. അടുത്ത വരിയാണ് ഏറ്റവും സന്തോഷം. ആ രൂപം കണ്ടിട്ട് എനിക്ക് പേടി തോന്നിയില്ല, സന്തോഷമായി. ഒരു വട്ടം കണ്ടാൽ 1000 വട്ടം ഇമ വെട്ടാതെ നോക്കിയിരുന്ന് കാണാൻ പറ്റിയ ഉലകത്തിലെ ഒരു രൂപമുണ്ടെങ്കിൽ ഷാരോനിലെ പനിനീർ പുഷ്പത്തെക്കാൾ അഴകുള്ളവൻ, താഴ്വരകളിലെ താമര പൂവിനേക്കാൾ സൗന്ദര്യമുള്ളവൻ, 10,000ങ്ങളിൽ അതിശ്രേഷ്ഠൻ. കമോൺ, അവന്റെ പേര് വായി തുറന്ന് പറയുക, ജീസസ്. എനിക്ക് പേടി തോന്നിയില്ല ബാസ്. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ്? മിണ്ടിയില്ല. പിന്നെ കുറച്ചപ്പോൾ ആ രൂപം കുറച്ചൊരു അടുത്തോട്ട് വന്നു. പിന്നെ ആവർത്തിക്കുക, എനിക്ക് പേടി തോന്നിയില്ല കണ്ടിട്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാ? മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അങ്ങ് ചോദിച്ചു, പാസ്റ്ററെ സത്യം പറ, നിങ്ങൾ യേശുവാണോ? എന്നാ അല്ലേ, എന്നെ വേറൊന്നും ചോദിക്കാൻ കണ്ടില്ലായിരുന്നു. ക്രിസ്ത്യാനിയല്ല കക്ഷി, പക്ഷെ ചോദിച്ച ചോദ്യം എന്നാ,
പാസ്റ്ററെ അപ്പോൾ അങ്ങ് ചിരിച്ച് നാളങ്ങ് പോയി. ചാടി എഴുന്നേറ്റിട്ട് പവർ വിഷൻ ചാനൽ ഓൺ ചെയ്ത് നോക്കി. ക്രിസ്തീയ ചാനൽ കിട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു ചാനൽ, അതിൻ്റെ പേരെ പവർ വിഷൻ. അത് ഓൺ ചെയ്തപ്പോൾ ഒരു പാസ് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിൽ ഇങ്ങനെയുണ്ട്, ഇന്ന് യേശു നിൻ്റെ മുറിയിൽ വരും. യേശു നിൻ്റെ മുറിയിൽ വരും. പാസ്റ്ററെ, അടിയിലെ നമ്പർ ഞാൻ എടുത്ത് വിളിക്കുക പാസ്റ്ററെ, ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഒരു സന്ദേശം ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, യേശു നിൻ്റെ മുറിയിൽ വരും. കാരണം ചില ബൗണ്ടറി ലോകം കെട്ടിവെച്ചിട്ടുണ്ട്, അങ്ങോട്ട് കടക്കരുത്. ആ ബൗണ്ടറിയെയും ഭേദിക്കാൻ കഴിയുന്നൊരു നാമം യേശുവിൻ്റെ നാമം. പക്ഷെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇതുപോലെ വിടുവിക്കപ്പെട്ട കുറേ എണ്ണം എൻ്റെ കൂടെ ഉണ്ട്, അതിലൊരു കക്ഷിക്ക് ഞാൻ നമ്പർ കൊടുക്കാം, പുള്ളി വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങളെപ്പോലെ തന്നെ കെട്ടുപൊട്ടി വന്നൊരു സാറാണ്, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട, ചെന്നാൽ തിരിച്ചു പൊരിച്ചാൽ നടക്കുകയാണ്, അതുകൊണ്ട് വേണ്ട പോലെയൊക്കെ കാര്യം ചെയ്തോളാം പറഞ്ഞു. നമ്പറെല്ലാം ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ തമിഴ്നാട്ടിൽ കമ്പത്തൂന്ന് ഉസലംപെട്ടിക്ക് ഞാൻ പോയി ഗ്രാമത്തിൽ വേല ചെയ്യാൻ. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ചർച്ചിലെ ഞാൻ പറഞ്ഞ കക്ഷി എന്നെ വിളിച്ചിട്ട് പറയാം, പാസ്റ്റർജി ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, അന്ന് ഞാൻ അപ്പോൾ തന്നെ വണ്ടി എടുത്ത് ഞാൻ അപ്പോൾ തന്നെ പോരുമായിരുന്നു, ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ ഇരുന്ന് യേശുവിൻ്റെ സ്നേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആ വ്യക്തിയെ പാമ്പാടിയിൽ ഞങ്ങളുടെ ചർച്ചിൽ സ്നാനപ്പെടുത്തി. എന്തിനാ ഞാനിത് പറഞ്ഞെന്നറിയാമോ? നീ അതിര് വെക്കുമ്പോഴും ഈ വെള്ളം സുനാമി പോലെയാ. നീ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ മാവ് പുളിക്കും. യേശുവല്ലേ പറഞ്ഞ ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. നീ കിടന്നുറങ്ങുമ്പോഴും അറിയാതൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാ. ഇന്ത്യൻ റിവൈവലിന്റെ വക്കത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം പ്രസംഗിക്കുന്നത്. എൻ്റെ സന്ദേശം കേൾക്കാൻ വേണ്ടി ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവമക്കളിൽ പലരുടെയും അകത്ത് ഉണർവ് ഗർഭം ധരിച്ച ചില ദൈവമക്കളെങ്കിലും കാണാതിരിക്കുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു 2026, 27, 28 വർഷങ്ങളെല്ലാം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന അസാധാരണമായ ഉണർവിന്റെ ചലനത്തിന്റെ കാറ്റ് വീശി തുടങ്ങിക്കഴിഞ്ഞു. ആ കാറ്റിന്റെ അകത്ത് 10,000 ജനലക്ഷങ്ങൾ യേശുവിലേക്ക് വരുമെന്ന് ഉറപ്പിച്ച ദൈവമക്കൾ കമാൻ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Glory to God. നേർവീതി എന്ന തെരുവില് യൂദയുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ശൗലിനെ കുറിച്ച് ദർശകനാകുന്ന അനന്യാസിനോട് കർത്താവ് പറയുമ്പോൾ ഇങ്ങനെയാ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, നീ പോ അവൻ്റെ അടുത്ത്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുള്ളി കൊന്ന് നടന്നവനാ. പക്ഷെ ഇപ്പം ആള് പ്രാർത്ഥിക്കുകയാണ്. പുള്ളിക്ക് ചലിക്കാൻ ഒക്കത്തില്ല, കാരണം കാഴ്ചയും പോയി. അല്ലേലില്ല. നിങ്ങൾ ഞങ്ങൾ എൻ്റെ സഹോദരനോട് വന്നിരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും കൂടി ഇൻഡോറിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ ഉപദ്രവമാണ് അവരെല്ലാം കൂടി ഉപദ്രവിക്കുന്നത്. ചുമ്മാ കയറി അങ്ങ് അടിക്കുകയാണ്. ആരോ ഇവർക്കെല്ലാം ഈ അവകാശം കൊടുത്തേ? നമ്മുടെ ദൈവദാസന്മാരെ എല്ലാം തലങ്ങും വിലങ്ങും നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളെ പൊക്കിയെടുത്തുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അടിക്കുന്നവർക്ക് കേസില്ല, അടി കൊള്ളുന്നവർക്ക് കേസുണ്ട്. അങ്ങനെ ഒറ്റ രാജ്യ ഭൂമിയിലുള്ളത് ഇന്ത്യയാണ്. കണ്ടോ? മിണ്ടാണ്ടിരിക്കണേ. കറക്റ്റ്. സാധാരണ ഒരാൾ അടിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അടിക്കുന്നവനെതിരെയല്ലേ കേസ്. ഇതങ്ങനല്ല, അടി കൊള്ളുന്നവനെതിരെയാണ് കേസ്. എന്നാ മനോഹര രാജ്യമല്ലേ? പ്രൈസ് ഗോഡ്. ഇതെല്ലാം തിരിയാൻ പോവാ. എങ്ങനെ തിരിക്കുന്ന? അടി തിരിച്ചു കൊടുത്തിട്ടല്ല, ദൈവസാന്നിധ്യം ഇറങ്ങാൻ പോവാ. എല്ലാവരും യേശു സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനനിയാസിനോട് കർത്താവ് പറയുന്ന ദൂതൻ എന്നറിയും, നീ പോ, അവൻ എൻ്റെ നാമം ജാതികൾക്കും ഇസ്രായേലിനും രാജാക്കന്മാർക്കും നടുവിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ്. എന്തല്ലേ? സഭകളെല്ലാം തകർത്ത് ദൈവമക്കളെയെല്ലാം കൊന്ന് കുഴിച്ചു മൂടിയ ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുക. അവനൊത്തിരി തകർത്തതല്ലേ, അവനെ കൊണ്ട് ഞാൻ ലോകം മൊത്തം സഭ പണിയിക്കും. അതിൻ്റെ അകത്ത് കർത്താവ് പറയുന്നുണ്ട്, ജാതികളുടെ മുമ്പിലും ഇസ്രായേലിന്റെ മുമ്പിലും പിന്നെ രാജാക്കന്മാരുടെ മുമ്പിലും എൻ്റെ നാമം അവൻ വഹിക്കാൻ പോവാൻ. വായിച്ച വാക്യം 26-ാം അധ്യായത്തിലെ വാക്യമാണ്.
അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ ചങ്ങല ധരിച്ച സ്ഥാനാപതി കയ്യിൽ 2 കൈയിലും ചങ്ങലയിട്ട് പൂട്ടി താൻ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സന്ദേശത്തിന്റെ ലക്ഷ്യം മെസ്സേജിന്റെ ഇടയിൽ ദൈവശക്തി ഇറങ്ങി ചങ്ങല പൊട്ടുക എന്നുള്ളതല്ല. മെസ്സേജിന്റെ ഇടയിൽ ദൈവശക്തി ഇറങ്ങി അവന്റെ ഹൃദയം തുറക്കണം. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിനും ആ ലക്ഷ്യമല്ലാതെ വേറൊരു ലക്ഷ്യമില്ല. ഒരേ ഒരു ലക്ഷ്യം, യേശു നിന്റെ ഹൃദയത്തിൽ വാസം ചെയ്യണം. വേറെ ഒന്നിനും ഇന്ന് രാത്രി ചാൻസ് ഇല്ല. മനസ്സറിഞ്ഞ് യേശുവിനോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചോ. ഈ രാത്രി അവൻ നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. ആവർത്തിക്കുന്നു, ഈ രാത്രി അവൻ നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. ആവർത്തിക്കുന്നു, ഈ രാത്രി അവൻ നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. ആവർത്തിക്കുന്നു, ഇന്ന് രാത്രി യേശു നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 2 കരങ്ങളിലും ചങ്ങലയാണ്. തന്നെ കുറിച്ച് പറയുന്നത് ചങ്ങല ധരിച്ച സ്ഥാനാപതി. താൻ തന്നെ പറയുന്നു, ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തം ഞാൻ ഈ ചങ്ങല ധരിക്കണം. താൻ തന്നെ പറയുന്നു, എനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധി ഹേതുവായിട്ടാണ്. താൻ തന്നെ പറയുന്നു, സബ് ലോകം കൈലിയെ സബ് കുച്ച് ബന, എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും എനിക്ക് നേടാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീരുകയാ. ഇനി അതിന്റെ അപ്പുറത്ത് എനിക്കൊന്നുമില്ല. എല്ലാവർക്കും ഞാൻ എല്ലാമായി തീർന്നു. അതുകൊണ്ട് 2 കൈയിൽ ചങ്ങല കിടക്കുമ്പോൾ ഇമോഷണലി താൻ കരയുന്നില്ല. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് താൻ ചോദിക്കുന്നില്ല. താൻ ആ കയ്യിൽ ചങ്ങല ഇട്ടുകൊണ്ട് അഭിമാനത്തോടെയാ നിൽക്കുന്നത്. തിരിച്ചറിയുക, ഉപദ്രവിക്കപ്പെടുന്ന ദൈവദാസന്മാരെ സാക്ഷി നിർത്തി ഞാൻ കൈമാറുന്നു. അഭിമാനത്തോടെയാ ക്രിസ്ത്യാനിറ്റി ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മാവിലാകയാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കരഞ്ഞുകൊണ്ടോ വേദനിച്ചുകൊണ്ടോ അല്ല. ഈ രാത്രിയിലെ സന്ദേശം തീരുന്നതിന് മുമ്പ് ഈ അഭിമാനത്തിന്റെ ആഴം എന്താണെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാം. യേശു നിന്നെ സ്നേഹിക്കുകയാ. താൻ പ്രസംഗിക്കുകയാ ചങ്ങലയിട്ടുകൊണ്ട്. മെസ്സേജിന്റെ റൂട്ടൊക്കെ അങ്ങോട്ട് വന്നപ്പോഴേ അഗ്രിപ്പാവിന് കാര്യം പിടികിട്ടി. അഗ്രിപ്പ പറഞ്ഞു, പൗലുസേ, നിന്റെ സന്ദേശം കേട്ടിട്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാനുള്ള എന്തോ ഒരു പരിപാടി നിനക്കുള്ളതായിട്ട് ഫീൽ ചെയ്യും. ഉടനെ പൗലോസ്, ഐ ആം സോറി ലോർഡ്, രാജാവേ, ഞാൻ കുറച്ച് ആവേശമുള്ളവനായിപ്പോയി, അതുകൊണ്ട് പ്രസംഗിച്ച് വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയത്. ദയവായി എന്നോട് ക്ഷമിക്കണം, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ എന്നാണോ പൗലോസ് പറഞ്ഞേ? അതിന് പൗലൂസിനെ കിട്ടുകയില്ല. നമ്മുടെ നാട്ടിൽ കുറെ അച്ചാച്ചന്മാരെ കിട്ടുമായിരിക്കും, പൗലൂസിനെ അതിന് കിട്ടുകയില്ല. പൗലൂസ് എന്താ പറഞ്ഞേ? അഗ്രിപ്പാവേ, നീ മാത്രമല്ല, എന്റെ സന്ദേശം കേൾക്കുന്ന സകലരും ഈ ചങ്ങല ഒഴികെ എന്നെ പോലെയാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. എന്ന ധൈര്യമല്ലേ, എന്ന ധൈര്യമാ. ഇത് ധൈര്യത്തിന്റെ ആത്മാവാണ്. ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പീഡ അനുഭവിച്ചൊരു ക്രിസ്തീയ നേതാവുണ്ട്, പേര് റിച്ചാർഡ് വൂംബ്രാണ്ട്. റുമേനിയൻ ഗവൺമെന്റ് തല്ലി തകർത്ത് മുന്നേറിയ സമയം ക്രിസ്ത്യാനികളെ കൊണ്ട് ജയിൽ നിറച്ച ഒരു കാലമുണ്ടായിരുന്നു. തന്നെയും തൻ്റെ സഹോദരനെയും തന്നെയും തൻ്റെ ഭാര്യയും കൂടെയുള്ള കർത്തൃവേലക്കാരെയും കിട്ടാവുന്ന മുഴുവൻ ദൈവ മക്കളെയും മുഴുവൻ ക്രിസ്ത്യാനികളെയും ജയിലിൽ അടച്ചു. താൻ തൻ്റെ പുസ്തകത്തിൽ എഴുതി, ക്രിസ്ത്യാനികളെ കൊണ്ട് ജയിൽ നിറച്ചു. പക്ഷെ അവരുടെ ധൈര്യം ഭയങ്കരമായിരുന്നു. ആ സെല്ലാറിന്റെ അകത്തിട്ട് പട്ടാളക്കാർ ജീവനോടെ തന്റെ തൊലി വലിച്ചുരിയുമ്പോ വാവിട്ട് നിലവിളിക്കുന്ന റിച്ചാർഡ് വൂംബ്രാണ്ടിന്റെ ശബ്ദം കേട്ട് അപ്പുറത്തെ സെല്ലാറിൽ കിടക്കുന്ന ഭാര്യയ്ക്കറിയാം, ഈ വോയിസ് എന്റെ ഭർത്താവിന്റെയാണ്. മരിച്ചിട്ടില്ല, ഭർത്താവ് മരിച്ചിട്ടില്ല. സുദീർഘ വർഷങ്ങൾ ഇട്ട് പീഡിപ്പിച്ച് മെന്റലി ഷോക്ക് വന്നതുപോലെ, ബോധം നഷ്ടപ്പെട്ടവനെ പോലെ ആ ക്രിസ്ത്യാനിയെ അവർ തല്ലി തകർത്തു. ആഴ്ചയിൽ ഒരു ദിവസം ഒരു റൊട്ടിയുടെ കഷണം കൊണ്ടുപോയി കൊടുക്കും പട്ടാളക്കാർ. ഇതാ നിങ്ങളുടെ ഭക്ഷണം. ആഴ്ചയിൽ ഒരു ദിവസം ആ റൊട്ടിയുടെ പീസിന്റെ ഒരു അറ്റം ഇങ്ങനെ മുറിച്ചിട്ട് റിച്ചാർഡ് വൂംബ്രാണ്ടിന്റെ ബ്രദർ കൊണ്ടുവന്ന് റിച്ചാർഡ് വൂംബ്രാണ്ടിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറയും, ഈ ആഴ്ചത്തെ എന്റെ ദശാംശം ഇതാ. ഇങ്ങനെ വളർത്തിയതാ ക്രിസ്ത്യാനിറ്റി. എൻ്റെ നിങ്ങളുടെ കയ്യിൽ ഇത് വെച്ച് തന്നിരിക്കുക, പൊന്നുപോലെ നോക്കിക്കോണം. ഇട്ട് തട്ടരുത്, ഇട്ട് അമ്മാന പാടരുത്.
അടുത്ത തലമുറയുടെ കയ്യിലോട്ട് ഈ ബാറ്റൺ തൻ്റെ ഇടത്തോടെ കൈമാറിക്കോണം. അങ്ങനെയുള്ള കുറേ ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. പണത്തിൻ്റെ അഹങ്കാരത്തിൽ ഒന്നും പറയരുത്, നെകളിച്ചൊന്നും പറയരുത്. ക്രിസ്ത്യാനിറ്റി തീക്കകത്ത് കുരുത്തതാണെന്ന് തിരിച്ചറിയുക. ഇതിനു വേണ്ടി ലക്ഷക്കണക്കിന് ദൈവമക്കൾ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി എൻ്റെയും നിങ്ങളുടെയും കയ്യിലേക്ക് ക്രിസ്ത്യാനിറ്റിയെ തമ്പുരാൻ വെച്ചു നീട്ടിയപ്പോൾ കയ്യിൽ നിന്ന് ധൂളിയായി താഴെ പോകാതെ അടുത്ത തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ ഇതിനെ ആത്മാവിൽ വഹിച്ചു കൊണ്ടുപോകാൻ കരുത്തുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ ദൈവത്തിന്. അതിലൊരു കർത്തൃദാസൻ, ഒരു സഭാ ശുശ്രൂഷകൻ, അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തോട് അവർ തോക്കിയോണ്ടി ചോദിച്ചു, നിന്റെ വിശ്വാസി എവിടെ സഭയിലെ? എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, എല്ലാവരും കിട്ടിയിട്ടില്ല, അവരെവിടെയോ മറഞ്ഞിരിക്കുക, ഒളിച്ചിരിക്കുക, നിനക്കവരെ അറിയാം, പറ അവരെവിടെയാ, ഞങ്ങൾക്കവരെ അറസ്റ്റ് ചെയ്യണം. പറഞ്ഞാൽ ദൈവദാസൻ പറഞ്ഞു, ഇല്ല, ഞാനവരെ കാണിച്ചു കൊടുക്കില്ല. കാര്യം ഞാനവരെ കാണിച്ചു തന്നാൽ എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. ക്രിസ്ത്യാനിറ്റിയെ കാണിച്ചു കൊടുക്കരുത് കേട്ടോ, കൂട്ടുവിശ്വാസിയെ ഒറ്റിക്കൊടുക്കരുത് കേട്ടോ, ക്രിസ്ത്യാനിറ്റിയെ മറിച്ച് വിൽക്കരുത് കേട്ടോ. യേശുവിനെ മറിച്ച് വിറ്റ യൂദയുടെ അനുഭവം ഉണ്ടാവും. കാണിച്ചു കൊടുത്ത കാശ് കിട്ടുന്ന മാർഗമാണ് ഇത്. പക്ഷെ അനുഭവിക്കാൻ ഉടയവൻ അനുവദിക്കത്തില്ല. മറിച്ച് ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ നീ തയ്യാറായാൽ, ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെലവിടാൻ, ചെലവായി പോകാൻ മനസ്സ് വെച്ചാൽ അവനാണ് ഒറിജിനൽ ക്രിസ്ത്യാനി. ആ ദൈവദാസനെ അവരൊത്തിരി ഉപദ്രവിച്ചു. താൻ പറഞ്ഞില്ല. ഐസ് കട്ട നിറച്ച മുറിക്കകത്ത് കൊണ്ട് എന്ന് തലകീഴായി ഐസിൻ്റെ ഇടയിൽ കെട്ടിത്തൂക്കിയിട്ടു. തണുപ്പ് സഹിക്കാൻ വയ്യാതെ വിറച്ച് 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 അദ്ദേഹം അവസാനം ഫ്രീസായി. ചലനശേഷി നഷ്ടപ്പെടുമ്പോൾ തന്നെ പിടിച്ച് അവർ പുറത്ത് വെയിലത്ത് ഉണങ്ങാനിടും. വസ്ത്രം വെയിലത്ത് ഉണങ്ങാനിടുന്നത് പോലെ. കുറച്ചു നേരം കഴിയുമ്പോൾ വെയിലടിച്ച് തൻ്റെ വിരലുകളൊക്കെ ചലിക്കാൻ തുടങ്ങും, കണ്ണ് തുറക്കും, കാലുകളൊക്കെ ചലിക്കാൻ തുടങ്ങുമ്പോൾ അവർ വീണ്ടും തോക്ക് ചൂണ്ടി ചോദിക്കും, പറ എവിടാ നിന്റെ വിശ്വാസി, ഞങ്ങൾക്കവരെ അറസ്റ്റ് ചെയ്യണം. താൻ പറയും, എന്നെ കൊന്നാലും ശരി, ഞാൻ കാട്ടിക്കൊടുക്കില്ല. വീണ്ടും അവർ ഉപദ്രവിച്ചിട്ട് തലകീഴായ ഐസ് പാളികൾക്കിടയിൽ കെട്ടിത്തൂക്കിയിടും. വിറച്ച് 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 ഫ്രീസായി ചലനശേഷി നഷ്ടപ്പെടുമ്പോൾ വെയിലത്തുണങ്ങാൻ. ഇങ്ങനെ ഈ പ്രോസസ്സ് പല പ്രാവശ്യം മാറി 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 അവർ ചെയ്തു. താൻ പറഞ്ഞില്ല. അവസാനം തൻ്റെ 14 വയസ്സുള്ള മകൻ, അവൻ്റെ പേര് അലക്സാണ്ടർ, അവനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, നീ പറയുന്നില്ല എങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ കൺമുമ്പിൽ വെച്ച് കൊല്ലും. താൻ പറഞ്ഞില്ല, എൻ്റെ കൊച്ചിനെ കൊന്നാലും ശരി, എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കത്തില്ല. I have decided to follow Jesus. No turning back. And not turning back. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് മുഖം പാടുന്നതല്ല ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി. എനിക്ക് കൈ തന്നില്ല, അതുകൊണ്ട് ഞാനും കൈ കൊടുക്കില്ല എന്ന് പറയുന്നതല്ല ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി. എൻ്റെ വീട്ടിൽ വന്നില്ല, അതുകൊണ്ട് ഞാനും നിൻ്റെ വീട്ടിൽ വരില്ല, ഇതല്ല ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി. ഇങ്ങോട്ട് കൈ തന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി കൈ കൊടുക്കണം. ഇങ്ങോട്ട് വന്നില്ലേ അവൻ്റെ വീട് തെരഞ്ഞു പിടിച്ച് അങ്ങോട്ട് പോകണം. മുള്ളിൻ്റെ മുകളിൽ നിന്നാലും മുഖം പാടാതെ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് വെളിപ്പെടുത്താൻ ക്രിസ്തു അകത്തുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടോ ഇവിടെ? ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മനോഭാവം. പ്രഹസനങ്ങൾ നമുക്ക് കാണിക്കാം, സ്റ്റേജിലെ പെർഫോമൻസ് നമുക്ക് കാണിക്കാം. ഇതല്ല ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി. അനുഭവം കൊണ്ട് തെളിയിക്കണം യേശു നിന്റെ ഉള്ളിലുണ്ടെന്ന്. ആ ദൈവദാസന്റെ മകനെ അവർ 4 പാടും നിന്ന് തല്ലാൻ തുടങ്ങി. അടികൊണ്ട് ആ 14കാരൻ നിലത്ത് വീണു, ദേഹം പൊട്ടി, നിലത്ത് വീണ് ചോരയിൽ പെടയുന്ന ആ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, പറയാമോ നിന്റെ വിശ്വാസി എവിടെയാണ്? ഏതപ്പൻ്റെ ആ കരളലിഞ്ഞു പോകും. കാടിച്ചു പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നോ, യേശുവിനെ കാട്ടിക്കൊടുക്കാൻ ഞാനില്ല. അവസാനം അവർ തീരുമാനിച്ചു, കൊന്നേക്കാം. ആ കുഞ്ഞിനെ 4 പാടും നിന്ന് തല്ലുമ്പോൾ തന്റെ മാംസം ചെതറാൻ തുടങ്ങി. ആ ഏതപ്പനാ സഹിച്ചു നിൽക്കുന്ന അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിർത്ത്, എന്റെ കുഞ്ഞിനെ കൊല്ലരുത്, ഞാൻ പറയാം. അവര് നിർത്തി. അവര് പറഞ്ഞു, ഇതെല്ലാം നിന്നോട് പറഞ്ഞ ആദ്യം നിന്നോട് പറഞ്ഞപ്പോൾ നീ അനുസരിച്ചിരുന്നെങ്കിൽ. നീ ചെയ്തില്ല.
പറയാൻ പറഞ്ഞു. ഈ കൊച്ചു നിലത്ത് വീണ് കിടന്ന് കരഞ്ഞ് ചോരയ്ക്കകത്ത് പിടയും. അപ്പം പറഞ്ഞു ഞാൻ പറയാം എന്ന് പറയാൻ തുടങ്ങിയപ്പോ ചോരയ്ക്കകത്ത് നിലത്ത് വീണ് കിടന്ന് പിടയുന്ന ആ കൊച്ചു കൈകുത്തി പൊങ്ങി ചോര തുപ്പിക്കൊണ്ട് ഒരൊറ്റ വിളിയാ, ഡാഡി നോ പറയരുത്. ഇതാ ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി ധൈര്യമുള്ളതാണ്. ധൈര്യം ക്ഷയിച്ചവന്റെ മാർഗമല്ല ക്രിസ്ത്യാനിറ്റി, ധൈര്യമുള്ളവന്റെ മാർഗമാണ്. ഡാഡി ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. ഞാൻ കരയുമ്പോഴല്ലേ ഡാഡിക്ക് വേദന, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. എന്നാ 14കാരനല്ലേ ഈ സന്ദേശത്തിൽ അങ്ങനെ ഒരു 14കാരൻ ഇന്നിവിടെ എഴുന്നേക്കണം. അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ച് 1000 പേരൊന്നും എഴുന്നേക്കണ്ട. ഇന്ന് രാത്രി അങ്ങനെ ഒരു 14കാരനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായാൽ, ഇവിടെ പാടിയ കുഞ്ഞുങ്ങൾക്കൊന്നും അധികം പ്രായമുള്ളവരല്ല, കൊച്ചു കുഞ്ഞുങ്ങളാണ് പിടിച്ചു നിൽക്കുന്നത്. അതെ, നിന്ന് പിടിക്കാൻ കരുത്തരായ അടുത്ത തലമുറയെ പരിശുദ്ധാത്മാവ് ചാങ്കൂറപ്പോടെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുണ്ട് അങ്ങനെ ഒരു 14കാരൻ, അങ്ങനെ ഒരു 18കാരൻ, അങ്ങനെ ഒരു 15കാരൻ, 20കാരൻ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വന്നിരിപ്പുണ്ടില്ല. തമ്പുരാൻ സമ്മതിക്കില്ല, തടയാൻ ദൈവം സമ്മതിക്കില്ല. ഇതിൻ്റെ അകത്തു നിന്നൊരു തലമുറ എഴുന്നേൽക്കുകയാ. ആ തലമുറയിൽ ഒന്ന് നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത മിഷണറി നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത സുവിശേഷകൻ നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത വർഷിപ്പർ നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത പ്രോഫറ്റ് നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത ഇവാഞ്ചലിസ്റ്റ് നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത അപ്പോസ്റ്റൽ അനോയിന്റിംഗ് ഉള്ള ഒരാൾ നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത അനോയിന്റഡ് പേഴ്സൺ നിന്റെ വീട്ടിൽ നിന്നാണ്, അഭിഷിക്തനായ ഒരാൾ പുറത്തു വരുന്നത് നിന്റെ വീട്ടിലാണ്, നിങ്ങളുടെ വീട്ടിലാണ്. ഖമാൻ, സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നന്ദി പറ ദൈവത്തിന്. ഒരു തലമുറയെ നിങ്ങൾ കാണും, ഒരാർമിയെ നിങ്ങൾ പുറത്തെടുക്കാൻ പോവാ. പട്ടാളവേഷമിട്ട് 100 കണക്കിന് ചെറുപ്പക്കാർ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലെ അതാത് സമയങ്ങളിൽ അതാത് സൈന്യത്തെ, അതാത് സോൾജിയേഴ്സിനെ ഓരോ സ്ഥലങ്ങളിൽ വിന്യസിക്കുന്നത് പോലെ നിങ്ങളുടെ പുറകിൽ ഒരു കൂട്ടം സോൾജിയേഴ്സ് അണിനിരക്കുന്നൊരു സമയം വരാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, പ്രവചനാത്മാവ് ഞാനത് അറിയുന്നു. ഈ ചർച്ച് ചെറുതായിരിക്കാം, പക്ഷേ ഇതിന്റെ വിഷൻ വലുതാണ്, ഇതിന്റെ മിഷൻ വലുതാണ്. സുവിശേഷത്തിന്റെ കൊടി ഉയർത്താൻ ഒരു കൂട്ടം എഴുന്നേക്കാൻ പോവാണ്. ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം ഉത്തരേന്ത്യ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം 100 കണക്കിന് ചെറുപ്പക്കാരെയാ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നതെന്നറിയാമോ? ഒരുത്തനെ പിടിച്ചവൻ ജയിലിലിടുമ്പം 10,000 എതിർഭാഗത്ത് എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാ. കാര്യം ഇങ്ങനൊരു വചനമുണ്ട്, പീഡിപ്പിക്കും തോറും ജനം പെരുകിക്കൊണ്ടിരിക്കും. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷം കൊടി ഈ മണ്ണിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണെൻ മണാളൻ. അപ്പൊ ഒന്ന് പാടാം. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയോ ഉയർത്തിടാം സുവിശേഷ കൊടി മണ്ണിൽ. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയോ ഉയർത്തിടാം സുവിശേഷ കൊടി മണ്ണിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണൽ മണാളൻ വന്നാൽ മതി. തിടുക്കമാണൻ മണാളൻ വന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഈഹത്തിലെ മായാസുഖം. എനിക്കൊരു ഹൃദം തരാമോ? സമയം പോകുന്നുണ്ടാണ്. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഈഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇമ്പ
യേശു രാജാവേ ഞാൻ പാർത്താൽ പോതും, മഹിമയിൽ അവരോടു ഞാൻ வாழ்ந்தாൽ പോതും. യേശു രാജാവേ ഞാൻ പാർത്താൽ പോതും, മഹിമയിൽ അവരോടു ഞാൻ வாழ்ந்தாൽ. പ്രിയൻ എനിക്കിനിയേകും ദിനമൊക്കെയും. എന്തിനാ ഈ ദിനം മുഴുവൻ തരുന്നേ? ഉയർത്തിടാം സുവിശേഷ കൊടി ഈ മണ്ണിൽ. ആ വിശുദ്ധ തിരുവെടുത്ത് കൊണ്ടുവന്ന ദൈവമക്കളെല്ലാം എന്നോട് ചേർന്ന് അതൊന്ന് കരങ്ങളിൽ എടുത്ത് ഉയർത്തി പിടിച്ച് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ ഒന്ന് പറയാമോ? ഡാഡി, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. ഒന്നുകൂടെ പറഞ്ഞ കൊച്ച്, ഡാഡി ഇവരെന്നെ കൊല്ലും. കുറച്ച് കഴിയുമ്പം ഡാഡിയെ ഇവർ കൊല്ലും. അല്പസമയം കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് അവിടെയാ. 14കാരൻ്റെ ഒക്കെ കരുത്തേ. ഞാൻ ഈ സ്റ്റേജിൽ ദൈവസാന്നിധ്യം നന്നായി ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിന്റെ തലമുറയെ കർത്താവ് തൊടാൻ പോവാ. നിന്റെ ജനറേഷനെ കർത്താവ് തൊടാൻ പോകുകയാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പല തലമുറകളും തലകുത്തി മറിയുമ്പോൾ കാണട പിശാചൻ ഞങ്ങളുടെ പിള്ളേർ ഇവിടെ നിന്ന് പാടുമ്പോ ആമേ സിഗരറ്റിനും മദ്യത്തിനും മയക്കുമരുന്നിൻ്റെയൊക്കെ പുറകെ പോയി പലതിൻ്റെയും തലമുറ തലകുത്തി വീണ് പേപ്പട്ടി പോലും വലിച്ചു കുടിക്കാത്ത പേവെള്ളം വലിച്ചു കുടിച്ച് ഓടെ പരുങ്ങി പിശാച് വീട്ടിൽ താണ്ഡവ നൃത്തം ചവിട്ടുമ്പം തേണ്ടേ ഞങ്ങളുടെ തലമുറകൾ ദൈവത്തെ ഉയർത്തുന്നത് കാണുമ്പോ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ധൈര്യത്തിന്റെ മാർഗമായി. അതുകൊണ്ട് താൻ പറഞ്ഞേ, ഈ മെസ്സേജ് കേൾക്കുന്ന നീ മാത്രമല്ല, സകലരും എന്നെപ്പോലെയാകണം. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? സകല പുള്ളി മിഷണറി ആയിക്കോളാനാ. അതല്ല അതിൻ്റെ അർത്ഥം. എന്നെപ്പോലെ ആകണം എന്ന് പറഞ്ഞാൽ എന്തോ? വിശ്വാസിയായി പൗലോസ് വെറും വിശ്വാസിയാണോ? അല്ല, എന്നെപ്പോലെ ആകണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നോ അത് നീയും ചെയ്യും. എന്നാ ധൈര്യമാണെന്നറിയോ അപ്പോസ്തലന്റെ മേൽ ദൈവം പകർന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 19 വായിക്കുമ്പോൾ അർത്തമീസിന്റെ മണ്ണിൽ ചെന്നിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായി അവിടെ. കലഹം എന്ന് പറഞ്ഞാൽ പെർസിക്യൂഷൻ. കലഹം, പെർസിക്യൂഷൻ. യാസോൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തെ വീട് വളഞ്ഞിട്ട് അവർ ഒരുമിച്ച് കൂടി തല്ലി തകർക്കുക. യാസോൻ പൗലോസിനെ സ്വീകരിച്ചതാണ്. അവസാനം ആ ഒരു ദൈവദാസനെ വളഞ്ഞിട്ട് തല്ലുമ്പം ശിഷ്യന്മാരെല്ലാം കൂടി പൗലോസിനെ ഒതുക്കി വെച്ചിരിക്കുക, പുറത്തിറക്കാതെ. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ തല്ലുണ്ടെങ്കിലും പുള്ളി അവിടെ ഉണ്ട്. പേടിയില്ല, ഭയമില്ലാത്തൊരഭിഷേകം. സഭ ഒന്ന് ചേർന്ന് പറ ആമേൻ. പുള്ളി രംഗസ്ഥലത്തേക്ക് ചെല്ലാൻ ഭാവിച്ചെന്ന് വെച്ചാൽ തല്ലും കൊണ്ടുകൊണ്ട് നിൽക്കുന്ന യാസോന്റെ അടുക്ക ചെന്ന് തല്ലും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി. അത് ഈ ടീം വർക്കിൻ്റെ പ്രത്യേകത. അടി വരെ ഷെയർ ചെയ്യും. അദ്ദേഹം പോകാൻ ഭാവിച്ചപ്പോൾ അവർ വിട്ടില്ലെന്നാണ് ബൈബിൾ പറയും. പിടിച്ചു വെച്ച മനുഷ്യൻ. ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശം ഇവിടുത്തെ ക്യാമറ മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്, സ്വർഗം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. അവനത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധി അവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും അറിയണം, ആത്മീയത്തിൽ നമുക്ക് വേറെ ഒന്നും ആക്ട് ചെയ്യുവാനില്ല. ഉള്ള ഒരു ലൈഫ്, ഒറ്റ ലൈഫ്, അത് ഒറിജിനലാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അത് ഒറിജിനലായി കൊണ്ട് നടക്കാനുള്ളതാണ്. വെസ്റ്റ് ബംഗാളിൽ ഞങ്ങളുടെ ഒരു ദൈവദാസനെ കയ്യും കാലും കൂടി കെട്ടിയിട്ടിട്ട് അവരടിച്ചു. അത് കൊള്ളാം. കയ്യും കാലും കൂടെ കെട്ടിയിട്ടിട്ട് 10-250 എണ്ണം ഒരുമിച്ച് കൂടി ഒരാളെ തല്ലുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? അവിടെ എന്താ പണിയാൻ വേണ്ടി ഇട്ടിരുന്ന ഇഷ്ടിക എല്ലാം കൂടി ഓരോന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ ദൈവമനുഷ്യനെ അങ്ങോട്ട് ഇടിക്കാൻ. ഭാര്യ ഇത് കണ്ടുകൊണ്ട് ഓടി വന്നപ്പം കൊടുത്തു പുള്ളിക്കാരിക്കട്ടെ.
പുള്ളിയുടെ അമ്മ വന്നപ്പോൾ അമ്മയ്ക്കിട്ടും കൊടുത്തു. നിർദ്ദയം അവർ തകർത്ത് കളഞ്ഞു. ഒരു പാമ്പ് എഴയണ പോലെ ആ ദൈവദാസൻ നിലത്ത് എഴയാനേ പറ്റിയുള്ളൂ, നിൽക്കാനൊത്തില്ല. അവർ പറഞ്ഞ് മേലെ ഇങ്ങോട്ട് പോന്നേക്കരുത് ഗ്രാമത്തിലേക്ക്. അദ്ദേഹത്തെ അവർ പൊക്കിയെടുത്ത് കൊണ്ടുപോയി വീട്ടിൽ. കേസൊന്നും കൊടുത്തില്ല. എവിടെ കേസ് കൊടുക്കാനാ? ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ സ്റ്റേഷനിൽ വെച്ച് അനുഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെയൊന്നും നീതി കിട്ടുകയില്ല. ലോകം അവർക്ക് യോഗ്യമല്ല. പക്ഷേ വേറൊരു കോടതിയുണ്ട്, നീതിന്യായ കോടതി. അവൻ എഴുന്നേക്കും. അതാ സഭാപ്രസംഗി പറയുന്ന, ഉന്നതനു മീതെ ഒരു ഉന്നതനും അവനു മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞു കേസ് കൊടുക്കാനൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വേണ്ട. കുറേ പില്ലോ തലയണ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ആ മുറിക്കകത്ത് അദ്ദേഹത്തെ കിടത്തിയിരിക്കുക. കാര്യം ബോഡി അതുപോലെ തകർന്നു. പക്ഷെ അർദ്ധരാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. താനിങ്ങനെ ആ പില്ലോയിൽ കിടക്കുമ്പോൾ വീട് മുഴുവൻ ഒരു ശ്മശാന മൂകത പോലെ, മരണ വീട് പോലെ. താനൊരു കാഴ്ച കണ്ട. കാഴ്ച എന്നാണെന്നറിയോ? സ്വർഗത്തിൽ നിന്ന് ഒരു അഗ്നി വളയം ഇറങ്ങി വരികയാണ്. ഇത് ഇറങ്ങി വന്ന് തൻ്റെ ദേഹത്തേക്ക് പതിക്കുന്നു, ചാടി എഴുന്നേക്കുന്നു. ഹല്ലേലൂയ! നോക്കിയപ്പോ ശരീരത്തിലെ മുറിപ്പാടുകളൊന്നുമില്ല. അത്ഭുതകരമാകുന്ന ഒരു വിസിറ്റേഷൻ. താൻ സൗഖ്യമായി. ഇന്ത്യയിൽ ആവർത്തിക്കാൻ പോയത്. ഇന്ത്യയിൽ ഇത് ആവർത്തിക്കാൻ പോകുകയാണ്. കമോൺ, ഇന്ത്യയിൽ ഇത് ആവർത്തിക്കാൻ പോകുകയാണ്. അടുത്തത് കേട്ടാൽ നിങ്ങൾ സന്തോഷിക്കും. പിറ്റേ മാസം തന്നെ കെട്ടിയിട്ട് അടിച്ച ആദ്യം കൈവച്ച ആള് പിറ്റേ മാസം സ്നാനപ്പെട്ടു. ആരാ സ്നാനപ്പെടുത്തിയെന്നറിയാവോ? ഇതേ പാസ്റ്റർ. ഇതേ പാസ്റ്ററിന്റെ കൈ കീഴ് അദ്ദേഹം എന്ത് ചെയ്തു? കൊച്ചു കുഞ്ഞാടിനെ പോലെ സ്നാനപ്പെട്ടു. ഞാനിവിടെ ചെന്നപ്പോൾ എന്നോട് പാസ്റ്റർജി പറഞ്ഞു, വാ കൊണ്ടുപോകാൻ. തല്ലിയ പുള്ളി ഇരുന്നുകൊണ്ട് ആരാധിക്കുന്ന കാണാൻ വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പുള്ളി യേശുനാം 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 കീജേ യേശുനാം യേശുനാം. കമോൺ, യേശുനാം 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 കീജേ.